കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ള സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണിൽ പത്മാസ് ടെക്സ്റ്റൈൽസിൽ നിന്നും സൂപ്പർ പ്രൈസ് ലഭിച്ചു. തോട്ടത്തിൽ വാച്ച് കമ്പനി ഉടമ ബിനോയ് തോട്ടം സമ്മാന വിതരണം നിർവഹിച്ചു. മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി നിശ്ചിത തുകയ്ക്കുമേലുള്ള വാങ്ങലുകളോടൊപ്പം ഉപഭോക്താക്കൾക്ക് നൽകുന്ന സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണിൽ പത്മാസ് വെഡ്ഡിംഗ് കളക്ഷനിൽ നിന്നും സൂപ്പർ പ്രൈസ് ലഭിച്ചു. തോട്ടത്തിൽ വാച്ച് കമ്പനി ഉടമ ബിനോയ് തോട്ടം സമ്മാന വിതരണം നിർവഹിച്ചു. തോട്ടത്തിൽ വാച്ച് കമ്പനിയാണ് വാച്ച് സൂപ്പർ പ്രൈസായി നൽകിയത്. അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ, ജനറൽ സെക്രട്ടറി KA ഗോപകുമാർ, സെക്രട്ടറി ബോബി S നെല്ലിക്കൽ, കമ്മിറ്റി അംഗം PM സലീം, ദീപക് രാജീവ് എന്നിവർ പങ്കെടുത്തു. മൂവാറ്റുപുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 2026 തുടക്കം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി കടകളിൽ ഉപഭോക്താക്കൾക്ക് പർച്ചേസിനോടൊപ്പം കൂപ്പണുകൾ ലഭിച്ചു തുടങ്ങി. നിരവധി ചെറിയ ചെറിയ സമ്മാനങ്ങൾ ഒരുപാട് ഉപഭോക്താക്കൾക്ക് നിലവിൽ ലഭിച്ചു കഴിഞ്ഞു. ഇന്നലെ പത്മാസ് ടെക്സ്റ്റൈൽസിൽ നിന്നും കിട്ടിയ കൂപ്പണ് ഫെബിനും ഭാര്യ അമൃതയുടെയും പർച്ചേസിൽ ലഭിച്ച ഇതിൽ സൂപ്പർ ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അത് തോട്ടത്തിൽ വാച്ച് കമ്പനി സ്പോൺസർ ചെയ്യുന്ന ഒരു വാച്ചാണ്. ഇതുപോലത്തെ 100ഓളം സമ്മാനങ്ങളും മെഗാ സമ്മാനങ്ങൾ കാറും, ഈ കൂപ്പണുകൾ തന്നെ ഇനിയും മെഗാ സമ്മാനങ്ങൾ കാറ് കിട്ടാനും ബുള്ളറ്റ് കിട്ടാനും ആഴ്ചയിലുള്ള വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് അടക്കമുള്ള സമ്മാനങ്ങൾക്ക് ഇനിയും ഈ കൂപ്പൺ ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൊണ്ട് ഭാഗ്യം തീർന്നിട്ടില്ല. ഫെബിനും അമൃതയ്ക്കുമാണോ എന്തായാലും മൂവാറ്റുപുഴയിലെ ഏറ്റവും ആദ്യത്തെ സൂപ്പർ സമ്മാനം കിട്ടിയത് പത്മാസിൻ്റെ ഇന്നലെ മേടിച്ച പർച്ചേസിൽ കിട്ടിയ. അപ്പോൾ ഫെബിനും അമൃതയ്ക്കും മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ്റെ എല്ലാ ആശംസകളും. ഇത് എല്ലാ ഉപഭോക്താക്കളും മൂവാറ്റുപുഴയിൽ നിന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ എവിടെയാണ് ഭാഗ്യശാലി എന്ന് നമുക്കറിയാൻ പാടില്ല. 6 ലക്ഷം രൂപയുടെ നിസാൻ മാഗ്നറ്റ് കാറ് പ്രൈസ് ഉണ്ട്. അപ്പോൾ എല്ലാ കടകളിലും മൂവാറ്റുപുഴയിൽ കൂപ്പൺ ചോദിച്ചു വാങ്ങുക. മൂവാറ്റുപുഴയിൽ ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.